ഏത്തപ്പഴവും റവ ഉണ്ടെങ്കിൽ 10 മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഐറ്റാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് കശുവണ്ടിയും ഉണക്കമുന്തിരിയും വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ബാക്കി വരുന്ന നെയ്യിൽ ഒരേത്തപ്പഴം ഈ ഒരു കട്ടിയിലാണ് കേട്ടോ അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ആ പാനിലേക്ക് തന്നെ ഒരു 1/2 സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുത്ത് ഒരു 4 ടീസ്പൂൺ റവ ഒന്ന് വറുത്തെടുക്കാം. റവയുടെ കളർ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 ഗ്ലാസ് പാല് ചേർക്കാം. ഇതിലേക്ക് മധുരത്തിനായിട്ട് ഞാൻ ശർക്കര പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. കല്ലും മണ്ണും ഒക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ അത് പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് ചേർത്തോളുക. ഞാനിവിടെ ഒരു 4 സ്പൂൺ ശർക്കര എടുത്തിട്ടുള്ളൂ. മധുരം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് കൂട്ടി ചേർക്കാം കേട്ടോ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് റവയൊക്കെ വെന്ത് ഇതുപോലെ അങ്ങ് കുറുകി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ഏത്തപ്പഴവും കശുവണ്ടിയും മുന്തിരിയും ചേർക്കാം. കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമുക്ക് എന്ത് തിക്നെസ്സിൽ വേണോ അതനുസരിച്ച് പാല് ചേർത്ത് ഒന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതുപോലെ കോരി കുടിക്കാനുള്ളൊരു പരുവത്തിനാണ് എടുക്കുന്നത്. നല്ല മഴയും തണുപ്പൊക്കെ ഉള്ളപ്പോൾ ചെറിയ ചൂടോടുകൂടെ ഇതങ്ങ് കോരി കുടിക്കാൻ നല്ല രസമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ.